ഹായ്, വെൽക്കം ടു വെബ്സൈറ്റ് ഫോർ രംഗ. ഈ വീഡിയോ സീരീസിലൂടെ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം അത് പ്ലാൻ ചെയ്യണം, ആ പ്ലാൻ ചെയ്തതിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് അതിനെപ്പറ്റി ഒരു ഡിസൈൻ കണ്ടെത്തുന്നു, ആ ഡിസൈൻസ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള ഈ കംപ്ലീറ്റ് പ്രോസസ്സ് ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ആവേശം എന്നുള്ള മൂവിയിലുള്ള ഒരു ക്യാരക്ടറാണ് രംഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ രംഗ എന്നുള്ള ക്യാരക്ടറിന് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി എങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കും നമ്മൾ എൻഡിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന വെബ്സൈറ്റ്. രംഗ എന്നുള്ള ഒരു ഹീറോ പേജ്, നെക്സ്റ്റ് അവരെ ക്വാളിറ്റീസ് പറഞ്ഞിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് പേജ് പോലെ ഒരു പേജ്, പിന്നെ അവരുടെ ടീം മെമ്പേഴ്സിൻ്റെ പേജ്. സോ ഇത്രയും സെഷൻസ് ഉള്ള ഒരു വെബ്സൈറ്റ് HTML CSS യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ആവശ്യമുണ്ടാവും. കുറച്ച് സംഭവങ്ങൾ അറിഞ്ഞാൽ മാത്രമേ, കുറച്ച് ടെക്നോളജീസ് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്, നിങ്ങൾ മുൻകൂട്ടി അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി നിങ്ങൾ അറിയേണ്ട സാധനം HTML ആണ്. HTML വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർക്കപ്പ് ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സീരീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് HTML കംപ്ലീറ്റ് മനസ്സിലാവും എങ്ങനെയാണ് HTML വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ ടോപ്പിക്സും നമ്മളിവിടെ യൂസ് ചെയ്യാനാണ് പോകുന്നത് ഈ വീഡിയോ സീരീസിൽ. നെക്സ്റ്റ് CSS. അപ്പോൾ CSSൽ ഈ ഒരു HTML വെച്ച് ക്രിയേറ്റ് ചെയ്ത പേജസ് എങ്ങനെയാണ് CSS യൂസ് ചെയ്ത് സ്റ്റൈൽ ചെയ്യുക, അതിന് വേണ്ട ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ടും ഈ CSS എന്നുള്ള സീരീസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ CSS അറിയാത്തവരാണെങ്കിൽ അതും കൂടി കവർ ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ടോട്ടലി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ പ്രീ റിക്വസിറ്റ്സ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ HTMLും CSSും എന്താണെന്നും അതിൻ്റെ വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ത്രൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിപ്ലൈ തരാം. സോ ഇത്രയാണ് ഈ വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. പിന്നെ എല്ലാ വീഡിയോകളും ഈ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോകളിലെല്ലാം യൂസ് ചെയ്യുന്ന കോഡുകളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ ചെയ്ത കോഡും ആ കോഡും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഓക്കെ ഇന്ന സാധനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യരുത്. നിങ്ങൾക്ക് അതുകൊണ്ടൊരു